ഒരു ശനിയാഴ്ച പാർലറിൽ പോയി വരുന്ന വഴി ലൈബ്രറിയിൽ കയറിയതായിരുന്നു ദേവി. അവിടെ വെച്ച് അവൾ അമ്പിയെ കണ്ടു. വായനയിലായിരുന്നത് കൊണ്ട് അമ്പി അവളെ ശ്രദ്ധിച്ചില്ല. കണ്ടതായി ഭാവിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. എക്സ്ക്യൂസ് മീ. കുറച്ച് ചമ്മലോടെയായിരുന്നെങ്കിലും അമ്പിക്കടുത്തായി നിന്ന് ദേവി വിളിച്ചു. രണ്ട് വാക്ക് സംസാരിക്കാതെ പോകുവാൻ അവളുടെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ഇതാര്? ദേവിയോ? ഹായ് അമ്പിയേട്ടാ. ഹായ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പൂവാലശല്യമൊക്കെ ഉണ്ടോ? ഇല്ല, അവരെ പിന്നെ ആ ഭാഗത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെ വരാനാ? ആവശ്യത്തിൽ കൂടുതൽ ഞാനെന്ത് പേടിപ്പിച്ചതാണല്ലോ അവന്മാരെ. ദേവി ബുക്ക് എടുക്കാൻ വന്നതായിരിക്കും അല്ലേ? എടുക്കാനുണ്ടായിരുന്നില്ല, എടുത്ത ഒരെണ്ണം റിട്ടേൺ ചെയ്യാനുണ്ടായിരുന്നു. ഇറങ്ങാൻ നിന്നപ്പോഴാ അമ്പിയേട്ടനെ കണ്ടത്. സാധാരണ കണ്ടാലും കാണാത്തതുപോലെ പോവാറാണല്ലോ പതിവ്. ഇന്നെന്ത് തോന്നി? ദേവിയൊന്ന് പുഞ്ചിരിച്ചതല്ലാതെ മറുപടിയൊന്നും കൊടുത്തില്ല. എന്നാ ഞാൻ പോട്ടെ. ഞാനും പോവാണ്. ഓഫീസിലെ വർക്ക് കുറച്ച് കൂടുതലായപ്പോൾ ഒന്നിവിടെ വന്നിരുന്ന് റിലാക്സ് ചെയ്യാനായി വന്നതാ. നമുക്ക് ഒന്നിച്ചിറങ്ങാം. ദേവി തിരക്കിലാണോ? പുറത്തേക്ക് നടക്കുന്നതിനിടെ അമ്പി ചോദിച്ചു. ഇല്ല, ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്നാ അപ്പുറത്തൊരു നല്ല കോഫി ഷോപ്പുണ്ട്. വിരോധമില്ലെങ്കിൽ എൻ്റെ കൂടെ ഒരു കോഫി കുടിക്കാം. അയ്യോ, അതൊന്നും വേണ്ട. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. പരിചയം കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. താൻ ഇപ്പോഴും എന്നെ ഒരു അന്യനായിട്ടാകുമല്ലേ കാണുന്നത്? അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ ചിരിയോടെ തന്നെ ദേവിയെ നോക്കി. അത് കണ്ടപ്പോൾ അവൾക്ക് സങ്കടമായി. എന്നാ ശരി, താൻ പോയിക്കോ. ഞാൻ എന്തായാലും ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ തന്നെ ഇരുന്നതാ. പിന്നെ ഒറ്റയ്ക്ക് വേണ്ടല്ലോ എന്ന് കരുതിയാ തന്നെ വിളിച്ചത്. ശരി അമ്പിയേട്ടാ. പിന്തിരിഞ്ഞു നടക്കുന്നവനെ ദേവി വിളിച്ചു. എന്താ ദേവി? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നോട്? ദേഷ്യമൊട്ടും ഉണ്ടായിരുന്നില്ല ആ വാക്കുകളിലെന്ന് ദേവി ശ്രദ്ധിച്ചു. ഞാൻ കൂടി വരാം ചായ കുടിക്കാൻ. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലടോ. എനിക്ക് മനസ്സിലാവും തന്നെ. താൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. താൻ പോയിക്കോ. ഇല്ല, എനിക്കും ഒരു ഗ്ലാസ് ചായ കുടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പതിഞ്ഞു പോയിരുന്നു അവളുടെ ശബ്ദം അത് പറയുമ്പോൾ. എന്നിട്ടാണോ മടിച്ചു നിന്നത്? എന്നാവാ. ചെയറിലിരിക്കുമ്പോഴും ചായയും സ്നാക്സും ഓർഡർ ചെയ്യുമ്പോഴെല്ലാം ദേവി ചമ്മലോടെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. തനിക്ക് നല്ല ചമ്മലുണ്ടല്ലേ? ഒരു ചിരിയോടെ അമ്പി ചോദിച്ചപ്പോൾ ദേവിയും നാണത്തോടെ ചിരിച്ചു. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെയൊക്കെ. പുറത്തൊന്നും പോയി ഫുഡ് കഴിക്കാറില്ലേ അപ്പോൾ? വീട്ടുകാരുടെ ഒപ്പം എപ്പോഴും പോകാറുണ്ട്. ഫ്രണ്ട്സിൻ്റെ കൂടെയൊന്നും ഇതുവരെ പോയിട്ടില്ല. ഒരു തവണ നിത്യയുടെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ അധികം ആരുമില്ല. നിത്യ തന്നെയാ ബെസ്റ്റ് ഫ്രണ്ട്. തൻ്റെ ലോകം തൻ്റെ വീട്ടുകാരാണ് അല്ലേ? ആരെയാ വീട്ടിൽ ഏറ്റവും ഇഷ്ടം? ഏട്ടനെ. ഏട്ടനും അതെ. ഞാനെന്ന് പറഞ്ഞാൽ ജീവനാ. ആ വാക്കുകൾ കേട്ടപ്പോൾ അമ്പിയുടെ കണ്ണുകളൊന്ന് തിളങ്ങി. നീയ പറഞ്ഞതുപോലെ ഇവൾ തന്നെയാണ് ദർശനിലെത്താനുള്ള ആയുധം. ഇവളിലൂടെ നീയ്ക്ക് താൻ ദർശനെ നേടിക്കൊടുത്തിരിക്കും. അമ്പി ഒന്നുകൂടെ അത് ഉറപ്പിച്ചു. അവൻ്റെ ചുണ്ടുകളിൽ അന്നേരം ഒരു വിജയത്തിൻ്റെ ചിരി നിറഞ്ഞു നിന്നിരുന്നു. തല കുമ്പിട്ടിരിക്കുകയായിരുന്നതുകൊണ്ട് ദേവി അത് കണ്ടില്ല. ഇനി അഥവാ കണ്ടിരുന്നുവെങ്കിലും അവൾക്കത് മനസ്സിലാകുമായിരുന്നില്ല. കാരണം ഇന്നോളം അവൾ അവളുടെ ജീവിതത്തിൽ പരിചയപ്പെട്ടവരെല്ലാവരും നന്മയുള്ളവരായിരുന്നു. അതുകൊണ്ട് ആട്ടിൻ തോലിട്ട ഈ ചെന്നായുടെ മുഖം അവൾക്ക് മനസ്സിലായില്ല. അഭിയേട്ടൻ എന്താ ആലോചിക്കുന്നത്? അത് എനിക്ക് ദേവിയോടൊരു കാര്യം പറയാനുണ്ട്. ചിലപ്പോൾ ദേവിക്ക് എന്നോട് ദേഷ്യം തോന്നും. എന്നാലും സാരമില്ല. മനസ്സിൽ തോന്നാറുള്ള കാര്യങ്ങൾ ഒളിച്ചു വെച്ച് എനിക്ക് ശീലമില്ല. ദേവിയെപ്പോലൊരു പെൺകുട്ടിയെ ആർക്കും ഇഷ്ടമാകും. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്കും ഒരുപാട് ഇഷ്ടമായതാണ്. പക്ഷേ ഏട്ടനെക്കുറിച്ച് പറഞ്ഞില്ലേ ഇപ്പോൾ? ദേവിയെ ജീവനോളം സ്നേഹിക്കുന്ന ഒരു ഏട്ടനെക്കുറിച്ച്. അതുപോലൊരു ഏട്ടനാണ് ഞാനും. എനിക്കുമുണ്ട് 2 പെങ്ങന്മാർ. എനിക്ക് ലോകത്തെ ഏറ്റവും വലുത് എൻ്റെ കുടുംബമാണ്. വിവാഹത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ എൻ്റെ ഭാര്യയായി വരുന്ന പെൺകുട്ടി എൻ്റെ കുടുംബത്തെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ തന്നെ സ്നേഹിക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഇപ്പോൾ ദേവിയെ കണ്ടപ്പോൾ, ദേവിക്ക് ഏട്ടനോടുള്ള സ്നേഹം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ആഗ്രഹിച്ച പോലൊരു പെൺകുട്ടി അത് ദേവിയാണെന്ന്. ദേവിയൊന്ന് ഞെട്ടി അത് കേട്ട്. സ്വന്തം ഏട്ടനെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എന്നെപ്പോലൊരു ഏട്ടൻ്റെ സ്നേഹവും മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. അമ്പി അവളെ ഒന്ന് നോക്കി.
ദേവി ആകെ പ്രയാസപ്പെട്ടിരിക്കുകയായിരുന്നു. എനിക്കറിയാം ദേവിയുടെ പഠിപ്പ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന്. താൻ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, അതൊക്കെ എനിക്കറിയാം. ഞാൻ ഇപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തന്നെ പോലൊരു പെൺകുട്ടിയെ ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്യും. അങ്ങനെ ആരെങ്കിലും വന്ന് പറയുന്നതിന് മുൻപായി ഞാനെൻ്റെ ഇഷ്ടം അറിയിച്ചാൽ തനിക്ക് ആലോചിക്കാനുള്ള ഒരു സമയം കിട്ടുമല്ലോ. തനിക്ക് കൂടിയൊരു താല്പര്യമുണ്ടെങ്കിൽ തൻ്റെ വിദ്യാഭ്യാസം കഴിയുമ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് താൻ ചിന്തിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ വീട്ടുകാരെ കൂട്ടി ഞാൻ വരാം. വീട്ടിൽ വന്ന് തന്നെ ഞാൻ ആലോചിച്ചോളാം. അതുവരെ തൻ്റെ പഠിപ്പിനോ കരിയറിനോ ഒരു തടസ്സമായി ഞാൻ നിൽക്കില്ല. ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ തന്നെ ശല്യം ചെയ്യില്ല. ആ ഒരു ഉറപ്പ് ഞാൻ തരാം. പക്ഷേ എനിക്കറിയണം, തൻ്റെ ഇഷ്ടം എന്താണെന്ന് എനിക്കറിയണം. അമ്പി തൻ്റെ പോക്കറ്റിൽ നിന്നും കാർഡെടുത്ത് പെൻ വെച്ച് അതിൽ അവൻ്റെ നമ്പർ ഒന്ന് വരച്ചിട്ടു. ഇതെൻ്റെ നമ്പറാ. ആലോചിച്ച് തീരുമാനമെടുത്തിട്ട് എന്നെ ഒന്ന് വിളിക്കണം. എന്താണെങ്കിലും എന്നോട് പറയണം. അമ്പിയേട്ടാ, ഞാൻ... വേണ്ട, പെട്ടെന്നെടുക്കുന്ന ഒരു തീരുമാനമല്ല. ഒരുപാട് ആലോചിച്ചൊരു തീരുമാനമെടുത്താൽ മതി. പക്ഷേ അതെന്താണെങ്കിലും എന്നോട് താൻ നേരിട്ട് തന്നെ പറയണം. വിളിക്കാൻ മടിയാണെങ്കിൽ ഒരു മിസ്ഡ് കോൾ അടിച്ചാൽ മതി, ഞാൻ തിരിച്ച് വിളിച്ചോളാം. ദേവിക്ക് എന്ത് പറയണമെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലായി. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് പോലൊരു ചെറുപ്പക്കാരനാണ് അമ്പി. അല്ലെങ്കിൽ അങ്ങനെയാണ് അവൻ അവർക്ക് മുന്നിൽ പെരുമാറിയിരിക്കുന്നത്. ഞാനെന്നാൽ ഇറങ്ങട്ടെ, ബില്ല് ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ചിരിച്ചുകൊണ്ട് അവളെ നോക്കി തലയാട്ടിയിട്ട് അവൻ ഇറങ്ങിപ്പോയി. പക്ഷേ ദേവിക്ക് ഇരുന്നിടത്തു നിന്നും ഒന്ന് അനങ്ങാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. തൻ്റെ വിദ്യാഭ്യാസം കഴിയുമ്പോൾ ഒരു വിവാഹത്തെക്കുറിച്ച് താൻ ചിന്തിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ വീട്ടുകാരെ കൂട്ടി ഞാൻ വരാം. വീട്ടിൽ വന്ന് തന്നെ ഞാൻ ആലോചിച്ചോളാം. അതുവരെ തൻ്റെ പഠിപ്പിനോ കരിയറിനോ ഒരു തടസ്സമായി ഞാൻ നിൽക്കില്ല. ഒരു നോട്ടം കൊണ്ടുപോലും ഞാൻ തന്നെ ശല്യം ചെയ്യില്ല. അവളുടെ മനസ്സ് നിറയെ അവൻ പറഞ്ഞ ആ വാക്കുകളായിരുന്നു. ഏതൊരു പെണ്ണും കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക്. ആ നിമിഷം ദേവി അമ്പിയെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു. നിന്റെ ഒപ്പം എഞ്ചിനീയറിംഗ് പാസ്സായതാ ഞാനും. നീ കമ്പനിയുടെ ഓണറായി ആ ചെയറിൽ കയറി അങ്ങനെ ഞെളിഞ്ഞിരുന്ന് ഓർഡർ കൊടുക്കുന്നു. ഞാൻ ആ സൂപ്പർവൈസർ ഓർഡർ ഇടുന്നതിനനുസരിച്ച് ഈ സൈറ്റിൽ നിന്ന് ആ സൈറ്റിലോട്ടുള്ള ഓട്ടത്തിലാണ്. നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ? എടാ, അച്ഛൻ നിന്നോട് പറഞ്ഞതല്ലേ എൻ്റെ ഒപ്പം വന്ന് ഓഫീസിലിരുന്നോളാൻ. എന്നിട്ട് നീയല്ലേ അത് കേൾക്കാത്തത്? ദാസൻ അങ്കിൾ വന്നിരുന്നോളാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ അപ്പച്ചൻ സമ്മതിച്ചിട്ടില്ലല്ലോ. ഓഫീസിലേക്കുള്ള യാത്രയിലാണ് ദർശനും നിഖിലും. ആ യാത്രക്കിടയിലെ സ്ഥിരം ഒരു സംഭാഷണം തന്നെയാണ് ഇത്. നിന്റെ കുട്ടിക്കളിയൊക്കെ നിർത്തിയിട്ട് നിനക്കൊരു ഉത്തരവാദിത്തം വരാനായിട്ടല്ലേ അങ്കിൾ അങ്ങനെയൊക്കെ പറഞ്ഞത്? ഉത്തരവാദിത്തം വരാൻ അപ്പന്മാർ മക്കളെ പിടിച്ച് കെട്ടിക്കുക വേണ്ടത്, അല്ലാതെ മുൻവൈരാഗ്യം വെച്ച് പണിയെടുപ്പിച്ച് കൊല്ലുകയല്ല. അവൻ്റെ ആ രോദനം കേട്ടപ്പോൾ സത്യത്തിൽ ദർശന് ചിരി വന്നു. ചിരിക്കടാ, ചിരിക്ക്. പിന്നെ ഞാൻ നിന്റെ ഒപ്പം കിടന്ന് കരയണോ? ഒന്നുകിൽ നീ വന്ന് ഓഫീസിലിരിക്കെ, അല്ലെങ്കിൽ മാത്യു അങ്കിളിനോട് സംസാരിക്കാൻ എന്നെ ഒന്ന് സമ്മതിക്ക്. ഇത് അതൊട്ട് സമ്മതിക്കത്തില്ല. എന്നിട്ട് എല്ലാ ദിവസവും എൻ്റെ ചെവി തിന്നുകയും ചെയ്യും. എടാ, നീ ഈ വിഷയം എടുത്തിടുമ്പോൾ തന്നെ അപ്പച്ചനെ മനസ്സിലാവും ഞാൻ പറഞ്ഞിട്ടാണെന്ന്. പിന്നെ അതിൻ്റെ ഉപദേശം ഞാൻ വേറെ കേൾക്കേണ്ടി വരും. എന്താവശ്യത്തിന്? നിഖിലിൻ്റെ ഡയലോഗ് വിത്ത് ആക്ഷൻ കണ്ട് ദർശന നന്നായി ചിരി വരുന്നുണ്ടായിരുന്നു. ദർശ, ഒരു വണ്ടി റോങ് സൈഡ് വരുന്നു, ബ്രേക്ക് ചവിട്ടടാ. എവിടെ? അമ്മേ! ഒരു നിമിഷം വണ്ടി ഇടിച്ചെന്ന് കരുതി നിഖിൽ കണ്ണിറുക്കി അടച്ചു. ഇടിച്ചോടാ? മുന്നിലുള്ള വണ്ടി മറിഞ്ഞു കിടക്കുന്നത് കണ്ട് ഭയത്തോടെ നിഖിൽ ചോദിച്ചു. ഇല്ല, അതിനു മുൻപേ ഞാൻ ബ്രേക്ക് ചവിട്ടി. ഇതിപ്പോ എവിടുന്ന് വന്നടാ ഈ സ്കൂട്ടി? നീ ഇറങ്ങ്, രണ്ട് പറഞ്ഞിട്ട് തന്നെ കാര്യം. നീ ചാടിക്കറിയൊന്നും പറഞ്ഞേക്കല്ലേ, ഒരു പെൺകൊച്ചാണ്. ആളുകൾ അവളുടെ കൂടെ നിൽക്കൂ, നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞാൽ എന്നാ വരവാടാ അവൾ വന്നത്? അതും റോങ് സൈഡ് കയറിയാ വന്നത്. നിഖിലും ദർശനും വേഗം വണ്ടിയിൽ നിന്നും ഇറങ്ങി. നിഖിൽ താഴെ വീണ സ്കൂട്ടി എടുത്ത് നേരെ വെച്ചു. ഡോ, കൈയൊന്ന് പിടിക്കടോ, നോക്കി നിൽക്കാതെ. താഴെ കിടക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാനായി ദർശനൊന്ന് നോക്കി. അപ്പോഴാണ് തലനിവർത്തി ആ കുട്ടി അവനെ നോക്കി പറഞ്ഞത്. ആമി, എന്ത് പറ്റി? അപ്പോഴേക്കും മറ്റൊരു പെൺകുട്ടി വീണ് കിടക്കുന്ന പെൺകുട്ടിക്കരികിലേക്ക് ഓടിയെത്തിക്കൊണ്ട് ചോദിച്ചു. ദർശൻ അപ്പോഴേക്കും അവളെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരുന്നു. സ്വാതി, ഇയാളെന്നെ വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കി. ദർശനൊന്ന് ഞെട്ടി. വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കിയെന്നോ? ഹലോ, താനാണ് റോങ് സൈഡ് വന്നത്. എൻ്റെ ഭാഗ്യത്തിന് അപ്പോൾ എനിക്ക് ബ്രേക്ക് ചവിട്ടാൻ പറ്റി, അതുകൊണ്ട് ഒന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ലെന്നോ? ഞാൻ താഴെ വീണതൊന്നും താൻ കണ്ടില്ലേ? വീണെങ്കിലേ കണക്കായിപ്പോയി. റോങ് സൈഡ് വന്നതും പോരാ,
ഇപ്പോൾ ഞങ്ങളോട് വഴക്കിടുന്നു. വണ്ടി ഒരു വശത്തേക്ക് ഒതുക്കി വെച്ചിട്ട് നിഖിൽ അതിന് മറുപടി കൊടുത്തു. ഒന്ന് റോങ് സൈഡ് എടുത്തു എന്ന് പറഞ്ഞ് വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കുകയാണോ വേണ്ടത്? അയ്യോ അമ്മേ, ദേ എൻ്റെ വണ്ടിയുടെ പെയിന്റ് പോയി. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് നോക്കി ആമി ഒച്ചയെടുക്കാൻ തുടങ്ങിയപ്പോൾ ദർശനും നിഖിലും അങ്ങോട്ടേക്ക് നോക്കി. എടി, ഇത് നിന്റെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് നേരത്തെ പറ്റിയതല്ലേ, പിന്നെ നീ എന്തിനാ ഇങ്ങനെ പറയുന്നത്? നീയൊന്ന് പതുക്കെ പറ സ്വാതി, അത് അവർക്കറിയില്ലല്ലോ. അതെ, അതിന് വണ്ടി ഇടിച്ചില്ലല്ലോ, അതിനു മുന്നേ ഞാൻ വണ്ടി നിർത്തിയില്ലേ. അതുമാത്രമല്ല, വണ്ടി ഇടിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റണ്ടേ? ഞങ്ങളുടെ വണ്ടിക്ക് ഒന്നും പറ്റിയില്ലല്ലോ, നിഖിൽ കൂട്ടിച്ചേർത്തു. അങ്ങനെ ന്യായമൊന്നും പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. എൻ്റെ വണ്ടിക്ക് പറ്റിയ കേടുപാടിനുള്ള കാശ് നിങ്ങൾ തന്നെ തന്നിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളിക്ക്, അവർ വരട്ടെ, കാര്യങ്ങൾ എളുപ്പമായല്ലോ. താൻ എന്നെ പേടിപ്പിക്കുകയാണോ? നിഖിലും മാമിയും കൂടി ചേർന്ന് നല്ല വഴക്കായിരുന്നു. കൂട്ടത്തിൽ തൊട്ടടുത്തുണ്ടായിരുന്ന 1-2 കടക്കാരും നിഖിലിനൊപ്പം തന്നെ ചേർന്ന് ആമിയോട് തർക്കിക്കുന്നുണ്ടായിരുന്നു. അവരും കണ്ടതായിരുന്നു തെറ്റ് അവരുടെ ഭാഗത്തായിരുന്നു എന്ന്. എൻ്റെ സാറേ, നിങ്ങൾ വണ്ടിയെടുത്ത് പോകാൻ നോക്ക്. ഇതൊക്കെ ഉഡായിപ്പ് കേസാ. ഇവരോടൊക്കെ വഴക്കിടാൻ നിന്നാലേ നിങ്ങളുടെ സമയം പോകും. കടക്കാരൻ പറയുന്നത് കേട്ട് ആമിക്ക് ദേഷ്യം വന്നു. എടോ, താനാണോ എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് തീരുമാനിക്കുന്നത്? ആമിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ദർശൻ. 5 അടി പൊക്കം പോലും തികച്ചില്ലാത്ത ഒരു കുരുട്ട്. അതിൽ 4 അടിയോളം അവളുടെ നാവ് തന്നെയായിരിക്കുമെന്ന് അവന് തോന്നി. എന്നാലും അവളുടെ സംസാരവും കൈകൊണ്ടുള്ള കാണിക്കലുമെല്ലാം അവന് ഒരുപാട് ഇഷ്ടമായി. ഒരു ലൂസ് ഷർട്ടും മുട്ടോളമുള്ള മിടിയുമാണ് അവൾ ഇട്ടിരുന്നത്. അപ്പോഴാണ് അവനത് ശ്രദ്ധിക്കുന്നത്. കാല് പൊട്ടിയിട്ടുണ്ടല്ലോ, ചോര വരുന്നുണ്ട്. ദർശൻ ആമിയെ നോക്കി പറഞ്ഞു. അപ്പോഴാണ് അവളും അത് ശ്രദ്ധിക്കുന്നത്. അയ്യോ ചോര! അവളും കരച്ചിലായി. കരയണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ? നിനക്ക് എന്താടാ, ഇതൊരു വട്ടുകേസാണ്. വെറുതെ ആവശ്യമില്ലാത്ത ഒന്നിനും കയറി ഇടപെടാൻ നിൽക്കണ്ട. എടാ, കാല് പൊട്ടിയിട്ടുണ്ട്. വണ്ടിയിൽ ഇടിച്ചതല്ലെങ്കിലും മുറിവിന് നമ്മളും ഒരു കാരണക്കാരല്ലേ. പെൺകുട്ടിയല്ലേടാ, ഒന്ന് കൊണ്ടുപോയേക്കാം. വീഴ്ചയിൽ വല്ല ഒടിവോ ചതവോ പറ്റിയിട്ടുണ്ടോ എന്നറിയാലോ. നീയൊന്ന് പോയേ, ഇപ്പോൾ തന്നെ സൈറ്റിലെത്താൻ വൈകി. നീയൊരു കാര്യം ചെയ്യേ, ഇവിടുന്ന് അധികം ദൂരമില്ലല്ലോ. നീയൊരു ഓട്ടോ വിളിച്ച് പോയിക്കോ. ഞാൻ ഈ കുട്ടിയെ കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വരാം. നമ്മുടെ ദേവിമോളുടെ പ്രായമല്ലേടാ കാണുള്ളൂ. ഈ സാധനത്തിനെ ദേവിമോളെ വെച്ച് കമ്പയർ ചെയ്യല്ലേ. പോടാ. നിഖിൽ പറയുന്നത് കേട്ട് ദർശൻ ചിരിയോടെ അവൻ്റെ വയറിലിടിച്ചു. എന്നാൽ ശരി, ഞാൻ പോട്ടെ. ഹാൻഡിൽ വിത്ത് കെയർ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഹലോ, ഞാൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. വാ, കാറിലോട്ട് കയറിക്കോ. പക്ഷേ ഇവിടെ ഈ പേപ്പറൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഇനി 1 മണിക്കൂർ കഴിയുമെന്നാ പറഞ്ഞത്. സ്വാതി ആമിയോടായി പതുക്കെ പറഞ്ഞു. എന്തായാലും ഇങ്ങേരുടെ ചെലവിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞതല്ലേ, ഞാനൊന്ന് പോകാം. അല്ലെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ അത് മതി, അച്ഛനും ചേട്ടനും. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇവിടെ തന്നെ ആക്കിത്തരാൻ പറയാം. എന്താ, വരുന്നില്ലേ? അതെ ചേട്ടാ, കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം. പക്ഷേ എന്നെ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്നാക്കി തരണം. എൻ്റെ വണ്ടിയും ഇവളും ഇവിടെ ഉണ്ടാകും. ആജ്ഞാപിക്കുന്നത് പോലെ അവനോട് പറഞ്ഞിട്ട് അവൾ പോയി വണ്ടിയിൽ കയറിയിരുന്നു. ഇതെന്ത് സാധനമെന്ന രീതിയിൽ ദർശൻ ആമിയെ തന്നെ നോക്കി. സ്വാതിക്ക് അത് കണ്ട് ചിരി വരുന്നുണ്ടായിരുന്നു. അതെ ചേട്ടാ, ഞങ്ങളുടെ പഠനത്തിന് വേണ്ടിയുള്ള കുറച്ച് പേപ്പേഴ്സൊക്കെ ഇവിടുന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂറൂടെ കഴിഞ്ഞാലേ അത് കിട്ടത്തുള്ളൂ. ഞാൻ ഇവിടെ നിൽക്കാം. ചേട്ടൻ തൽക്കാലത്തേക്ക് അവളെ ഒന്ന് കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടാക്കി തരുമോ? ബുദ്ധിമുട്ടാവില്ലെങ്കിൽ? ഞാൻ കൊണ്ടുപോയിക്കോളാം, അതൊന്നും കുഴപ്പമില്ല. തൻ്റെ പേരെന്താ? എൻ്റെ പേര് സ്വാതി. സ്വാതി, താൻ അയാളുടെ വീട്ടുകാരോട് കാര്യങ്ങളൊന്ന് സൂചിപ്പിച്ചേക്കണേ. പിന്നെ ആ പോയ സാധനത്തിന് വല്ല പേരുമുണ്ടോ? ദർശൻ പറയുന്നത് കേട്ട് സ്വാതി ചിരിച്ചു പോയി. ഞാൻ അവളുടെ അമ്മയോട് വിളിച്ച് പറഞ്ഞേക്കാം. അവളുടെ പേര് അഭിരാമി എന്നാ, ആമി എന്ന് വിളിക്കും. ശരി, വല്ലാത്തൊരു സാധനം തന്നെ. ഇതേ സമയം ക്ലാസ്സിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. എന്നിട്ട് കൂടി ദേവിക്ക് ഒന്നും ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മനസ്സ് നിറയെ അമ്പി പറഞ്ഞ വാക്കുകളായിരുന്നു. അവന് എന്ത് മറുപടി കൊടുക്കുമെന്ന ചിന്തയിലായിരുന്നു അവൾ. ഒരുപാട് തവണ അവനോട് സംസാരിക്കാൻ വേണ്ടി അവൾ ഫോൺ എടുത്തു. എന്നാൽ ഡയൽ ചെയ്യാനുള്ള ധൈര്യം അവൾക്ക് വന്നില്ല. ഇഷ്ടമാണെന്ന് പറയണമെന്ന് മനസ്സ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ബുദ്ധി അതിന് അനുവാദം കൊടുക്കുന്നില്ല. വീട്ടുകാരെക്കുറിച്ചുള്ള ചിന്തയും അവളെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. ഇന്നെങ്കിലും അവനൊരു മറുപടി കൊടുക്കണമെന്ന് അവൾ ആലോചിച്ചു. കുറച്ചു നേരത്തെ ചിന്തയ്ക്കൊടുവിൽ അതെന്താണെന്ന് അവൾ തീരുമാനിച്ചുറപ്പിച്ചു.